വളരെ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണം ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതീവ ഗുരുതരമായ സംഘടിത കുറ്റകൃത്യങ്ങളാണ് നടന്നത്. ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ലത്. 15 പെൺകുട്ടികളും കളമശ്ശേരിയിലെ ഒരു ആൺകുട്ടിയും ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അന്വേഷണ സംഘത്തിന് ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്, കളമശ്ശേരിയിലെ കേസടക്കം ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് അടക്കം വിധേയമാക്കേണ്ടി വന്ന ഒരു കേസടക്കം കേരള പോലീസിന് ലഭിച്ചതാണ്. പക്ഷെ അവർ ഒരു തരത്തിലും ഒരു ഇഞ്ച് പോലും ആ അന്വേഷണത്തിൽ മുമ്പോട്ട് പോയില്ല. ഇത്തരം ആളുകളെ വളർത്തുന്നത് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രംഗത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. മനഃശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണകോണിൽ കൃത്യമായി പറഞ്ഞാൽ അത്യധികം സൈക്കോപാത്ത് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ. എഫ്ഐആറിൻ്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിൽ മുഴുവൻ ഉള്ളത്. അതിനിടെയാണ് ഇപ്പോൾ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സാനു കെ സജീവ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സാനു, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എഫ്ഐആറിൽ മുഴുവനുള്ളത്. ഇത് ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. 15 പെൺകുട്ടികൾ, കളമശ്ശേരിയിലെ ഒരു ആൺകുട്ടി. എത്രത്തോളം നിർണായകമാണ് ഈ സാഹചര്യങ്ങൾ? അതിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ്? ശ്യാം, എന്തായാലും കേരളത്തിലേക്ക് ഇത്തരം ഒരു വാർത്ത ആദ്യമായിട്ടാണ് വരുന്നത്. കേരളത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അതായത് ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല, ഇതിൽ നിരവധി ഇരകളുണ്ട്. 15ഓളം പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരാൺകുട്ടിയും ഈ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനടക്കം ഇരയാക്കി എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ്, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ 15 പെൺകുട്ടികളുടെ പക്കലുള്ള തെളിവുകളും നശിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൽ പുതിയതായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അധോലോക സംഘം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പോലും, അതായത് വധഭീഷണി അടക്കം പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ 15ലധികം പെൺകുട്ടികളുടെ കൈവശമുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴായി ഇടപെട്ടിട്ടുള്ളതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത് പോലീസ് അന്വേഷിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി, പോലീസിന്റെ കയ്യിൽ ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണോ ഇരയാക്കപ്പെട്ടിട്ടുള്ള അവരുടെ എല്ലാം സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ കേരള പോലീസിന്റെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നതിന് ശേഷം എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കേരള പോലീസിന്റെ അന്വേഷണ രീതിയും അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിലുള്ള അവരുടെ സമർത്ഥതയും അടക്കം കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു മൗനാനുവാദം, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ട്. ആ താല്പര്യം കൊണ്ടാണ് കേരള പോലീസ് നിലവിൽ ഈ ഒരു മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാത്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ്. 15 പെൺകുട്ടികളും ഒപ്പം തന്നെ ഒരു ആൺകുട്ടിയെയും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൈവശമുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ UDFന്റെ ഭാഗമായിട്ടുള്ള യുവ MLA-മാർ അടക്കമുള്ള ഒരു അധോലോക സംഘം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കെ സുരേന്ദ്രൻ പറയുന്നു. ഒപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. ഇവരുടെ പിന്നിൽ ആരൊക്കെയാണുള്ളത്, ഏതൊക്കെ നേതാക്കളാണുള്ളത് എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നും അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് സാനു. ഇതിൽ അന്വേഷണം എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു? ഗുരുതരമായിട്ടുള്ള ഒരു, കൃത്യമായി പറഞ്ഞാൽ അത്യധികം ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം രാഹുലിന് ലഭിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അന്വേഷണം, ഇപ്പോഴത്തെ ഈ നിലവിലെ അന്വേഷണം, അത് ഏതറ്റത്തിൽ അല്ലെങ്കിൽ ഏത് അർത്ഥത്തിൽ അത് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ?
അതായത് അത് തന്നെയാണ് ശ്യാം ഈ കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. കേരള പോലീസിന്റെ അന്വേഷണ രീതി അല്ലെ അവരുടെ അന്വേഷണ സമർത്ഥതയൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രതിനെ പിടിക്കണമെങ്കിൽ അത് ഏതറ്റത്ത് പോയി ഒളിച്ചാലും അവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനായിട്ട് കഴിവുള്ള ഒരു പോലീസ് സംവിധാനം കേരളത്തിലുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഒളിവിൽ കഴിയുന്നു? അത് പോലീസിന് വ്യക്തതയുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് കേരള പോലീസിന് കൃത്യമായിട്ട് അറിയാമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ ഈ 15 പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതേപോലെ തന്നെ ഈ ഒരു ആൺകുട്ടിയും ഈ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആൺകുട്ടിക്കും ഏത് തരത്തിലുള്ള പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്നുള്ള കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള തെളിവുകൾ കേരള പോലീസിന് കൈവശമുണ്ട്. അവർ പരാതി നൽകാത്തതിന് പ്രധാന കാരണം ഈ അധോലോക സംഘത്തിന്റെ ഭീഷണിയാണ്. MLA-മാരുടെ അടക്കം യുവ MLA-മാരുടെ അടക്കം MP-യുടെ അടക്കമുള്ള ഭീഷണി ഉണ്ട് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. കേരള പോലീസ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം എവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് നേരത്തെ നിലപാടെടുത്ത സർക്കാർ തന്നെ പലപ്പോഴായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഔദ്യോഗിക പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും ആ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട്. ഒപ്പം തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി DYFI അടക്കമുള്ള യുവജന സംഘടനകളെ തെരുവിലേക്ക് തള്ളിവിടുന്നത് മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശവും പിടിക്കരുത് അല്ലെങ്കിൽ കണ്ടെത്തരുത് എന്നുള്ളൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പടി വിധിയാണ് ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ അന്വേഷണ സംവിധാനത്തെ അന്വേഷണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ ചെയ്യുന്നതെന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ശ്യാം. യെസ്, സാനു കെ സജീവാണ് വളരെ ഗൗരവമാർന്ന ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശകലനം നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം സത്യമാണെങ്കിൽ, ഈ ആരോപണം ശരിയാണെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടാകുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴും കേരള പോലീസ് ഇതുവരെയും ഈ നിമിഷം വരെയും ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് അതിജീവിത സധൈര്യം മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഈ പരാതിയുമായി ചെന്നെത്തിയത്. നീതിക്കായുള്ള പോരാട്ടം ഇന്നലെയാണ് ആരംഭിച്ചത്. ഈ നിമിഷം ഏതാണ്ട് 1 മണി കഴിഞ്ഞു 10 മിനിറ്റ് ആകുകയാണ്. ഈ നിമിഷം പോലും രാഹുൽ എവിടെ?